ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഗീതു ലിബിൻ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് UK ജനിച്ച ഒരു കുട്ടിക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് മെയിനായിട്ടൊരു കാര്യം, നമുക്ക് പേരൻസിന് ആർക്കെങ്കിലും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി വേണം എന്നെങ്കിലേ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമുക്ക് 2 റെഫറീസ് വേണം. ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം, ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ TLS കോണ്ടാക്റ്റിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ബയോമെട്രിക്കിന് പോകണം. അപ്പോൾ ബയോമെട്രിക് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് 1 to 6 months എടുക്കും അവർ നമ്മുടെ ഡിസിഷൻ അറിയിക്കണമെങ്കിൽ. ചിലപ്പം നമുക്ക് 6 months തന്നെ കിട്ടും, ചിലപ്പോൾ 6 months കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അത് ചിലപ്പം വേരി ചെയ്തിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് ഞാൻ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് നവംബറൊക്കെ ആയപ്പോഴേക്കും ഡിസിഷൻ അറിഞ്ഞു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പം ഏകദേശം ഒരു 2.5 മാസം എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബേബിയുടെ സൈഡിൽ നിന്ന് വേണ്ടത് ബേബിയുടെ UK ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, BRP അല്ലെങ്കിൽ വിസ, ഷെയർ കോഡ്, അഡ്രസ് പ്രൂഫാണ്. ഔട്ട്സൈഡ് UK ജനിച്ച പിള്ളേർക്ക് പേരൻസിൽ ആരെങ്കിലും ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആകാതെ നമുക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അമ്മയുടേതായിട്ട് വേണ്ടിയത് PR കൺഫർമേഷൻ വന്ന മെയിലിൻ്റെ ഒരു കോപ്പി, മദറിൻ്റെ പാസ്പോർട്ട് കോപ്പി, BRP, വിസ, ഷെയർ കോഡ്, മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഷെയർ കോഡ്, BRP അല്ലെങ്കിൽ വിസ. പിന്നെ മറ്റുള്ളതെന്ന് വെച്ചാൽ റെഫറി 1 ഫോം, റെഫറി 2 ഫോം, പേരൻറ്റ് കൺസെൻറ്റ് ഫോം. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ TLS കോണ്ടാക്റ്റിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് TLS കോണ്ടാക്റ്റിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ കയറി ഹൗ ടു അപ്ലൈ ഫോർ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഫോർ ചൈൽഡ് ബോൺ ഇൻ UK എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോഴേക്കും നമുക്ക് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഇഫ് യു ആർ ബോൺ ഇൻ UK എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വായിച്ച് നോക്കാം. അപ്പം നമ്മൾ മേക്ക് ഷുവർ